കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ സർക്കിളിൻ്റെ പ്രോബ്ലംസ് ആണല്ലേ ചെയ്തേ അല്ലേ? സർക്കിളിൻ്റെ പ്രോബ്ലത്തിൽ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കലായിരുന്നു, സർക്കംഫറൻസും ഏരിയയും കണ്ടുപിടിക്കലായിരുന്നു. അതിലേതായിരുന്നു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ഉണ്ടായിരുന്നത്? സർക്കംഫറൻസ് തന്നിട്ട് ഏരിയ കണ്ടുപിടിക്കുന്ന പ്രോബ്ലം, അതല്ലേ നമ്മൾ ലാസ്റ്റ് ചെയ്തത്? ഈ ഒരു പ്രോബ്ലമാണ്. അത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഒന്നുകൂടി ചെയ്യാം. ലാസ്റ്റ് ടൈമിൽ അത് ശരിക്കും ചെയ്യാൻ പറ്റിയില്ല. ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ് 42 സെൻറ്റിമീറ്റർ, ഫൈൻഡ് ഇറ്റ്സ് ഏരിയ അല്ലേ? ഇതായിരുന്നല്ലേ? അപ്പം എങ്ങനെയാണ് ചെയ്യുക? എന്താണ്, സർക്കംഫറൻസ് തന്നിട്ടുണ്ട്. എന്താ സർക്കംഫറൻസ് എത്രയാ? 42 സെൻറ്റിമീറ്റർ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ അറിയില്ല, പക്ഷെ നമുക്ക് എന്താ അറിയാം? സർക്കംഫറൻസ് തന്നു കഴിഞ്ഞാൽ റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട് അറിയാം അല്ലേ? റേഡിയസ് ഉണ്ടെങ്കിലേ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റേഡിയസ് കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? സർക്കംഫറൻസിൻ്റെ ഇക്വേഷൻ എന്താ? 2πr അല്ലേ? 2πr is equal to 42 അല്ലേ? അല്ലേ? ഇനി എന്ത് ചെയ്യാം? 2 ഇൻറ്റു പൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കാം. പൈയുടെ വാല്യൂ എത്രയാ? 3.14 ഇട്ടിട്ട് നമുക്ക് ആദ്യം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 22/7 ഇട്ടിട്ടുള്ള ഇതും ചെയ്യാം കേട്ടോ. രണ്ട് രീതിയിൽ ചെയ്യാം. ഏത് എളുപ്പം നോക്കിയിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഓക്കെ. 6 എത്രയാണെന്ന് നമുക്കറിയില്ല. 6 അങ്ങനെ തന്നെ എഴുതിയപ്പോൾ അല്ലേ? അറിയാത്ത വാല്യൂ 6 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 6 അങ്ങനെ തന്നെ എഴുതി. ഈക്വൽ ടു 42 ഇട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 6നെ ഇവിടെ തന്നെ നിർത്തിക്കൊണ്ട് ബാക്കി വാല്യൂസിനെ എന്ത് ചെയ്യണം? ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഈ രണ്ട് വാല്യൂവിനെയും ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം അല്ലേ? അപ്പം എന്ത് വരും? 6നെ നമ്മളിവിടെ നിർത്തി. 6 ഈക്വൽ ടു ഓൾറെഡി അവിടെ എന്തുണ്ട്? 42 ഉള്ളതാണ് അല്ലേ? പിന്നെന്താണ് ഇവിടെ ഉള്ളത്? എന്താ? 2 ഉണ്ട്, 3.14 ഉണ്ട്. അപ്പം എന്താവും? ഇത് രണ്ടും എന്താണ്? ഇൻറ്റു ആണ് അല്ലേ? 2 ഇൻറ്റു അല്ലേ? 2 ഇൻറ്റു ആണ്. അതുപോലെ 3.14ഉം മൾട്ടിപ്ലിക്കേഷൻ ആണ്. അത് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഡിവൈഡഡ് ബൈ ആയിട്ട് മാറും. ഇതാരാണ് കാഡ് സെൻറ്റർ? ഷഫാനത്താണോ ഇപ്പൊ ജോയിൻ ചെയ്ത ആള്? ഓക്കെ. ഞാൻ അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണേ. എനിക്ക് അറ്റൻഡൻസ് നോട്ട് ചെയ്യാനായിരുന്നു. അപ്പം എന്താണ്? 42 ഓൾറെഡി അവിടെ ഉണ്ട്. നമ്മൾ ഈ ഇൻറ്റു 2ഉം അതുപോലെ ഇൻറ്റു 3.14ഉം ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഡിവൈഡഡ് ബൈ ആയിട്ട് മാറും. ക്ലിയർ ആയോ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് എന്താണ് വരുന്നത്? 42 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 42 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 4 2 ഇൻറ്റു 3.14 അല്ലേ? എത്ര വരും? 6.28. എന്തായിരിക്കും വാല്യൂ വരിക? 6.68 വരും. 6.68 സെൻറ്റിമീറ്റർ ആണ് എന്ത് വരിക? റേഡിയസ് വരിക. റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ കണ്ടുപിടിക്കാം. ഏരിയയുടെ ഇക്വേഷൻ എന്താ? ഈക്വൽ ടു പൈ r².
പൈയുടെ വാല്യൂ എത്രയാ? 3.14 ഇൻറ്റു ആറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിച്ചത് അല്ലേ 6.68 ഹോൾ സ്ക്വയർ അല്ലേ? ഓക്കെ, എന്ത് വരും? 3.14 ഇൻറ്റു 6.68 ഇൻറ്റു 6.68 വരും അല്ലേ? അപ്പം എന്ത് വരും? 6.68 ഇൻറ്റു 6.68 ഇൻറ്റു 3.14 എന്ത് വരും ആൻസർ? 140.114 വരും അല്ലേ? സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ആവുമ്പോൾ. ഓക്കെ, ക്ലിയർ അല്ലേ ആ പ്രോബ്ലം? ഇതാണ് നമ്മൾ ലാസ്റ്റ് എടുത്തത്. അപ്പോൾ ലാസ്റ്റ് എടുത്തപ്പോൾ നമുക്ക് അധികം ടൈം കിട്ടിയില്ല എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു 140.114. നമ്മൾ ഇന്നലെ കിട്ടിയ ആൻസർ തന്നെയാണ്. ഇന്നലെ നമ്മൾ ചെയ്തല്ലോ. ആ ഓക്കെ, അപ്പോൾ നമ്മൾ ഹോംവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ്? ശോഭി. ഹോംവർക്ക് എത്രയായിരുന്നു നമുക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നത്? ഇതല്ലേ പ്രോബ്ലം? സർക്കംഫറൻസ് 44 സെൻറ്റിമീറ്റർ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ പ്രോബ്ലം ചെയ്യും? അല്ല, നമ്മൾ 22/7 വരുന്ന രീതിയിൽ ചെയ്തില്ല അല്ലേ? അങ്ങനെ വരികയാണെങ്കിൽ എങ്ങനെ വരും? സർക്കംഫറൻസ് 42 ആണ് അല്ലേ കഴിഞ്ഞ പ്രോബ്ലം? സർക്കംഫറൻസിൻ്റെ ഇക്വേഷൻ എന്താ? 2πr = 42 വരും. ഇവിടെ നമ്മൾ പൈയുടെ സ്ഥാനത്ത് 3.14 അല്ലാതെ 22/11 ആണ്, അല്ല 7 ആണ് എഴുതണമെന്ന് വെച്ചാൽ എങ്ങനെ വരും? 2 ഇൻറ്റു പൈയുടെ വാല്യൂ എത്രയാ? 22/7 ഇൻറ്റു 6 അങ്ങനെ തന്നെ എഴുതി =42. ഇവിടെ എങ്ങനെ വരും? ഇതെങ്ങനെ വരിക? 6നെ നമ്മൾ ഇവിടെ തന്നെ നിർത്താണ്. r ഓൾറെഡി 42 അവിടെ ഉണ്ട്. പിന്നെന്താണ്? ആദ്യം ഈ 2നെ കൊണ്ടുവരികയാണ് =ൻ്റെ ഇപ്പുറത്തേക്ക്. അപ്പോൾ ഇൻറ്റു 2 എന്തായിട്ട് മാറും? /2 ആയിട്ട് മാറും. പിന്നെന്താണ്? ഇവിടെ ഓൾറെഡി എന്തുണ്ട്? ഇവിടെ ഒരു ഫ്രാക്ഷൻ ഉണ്ട് ഇങ്ങനെ ഇല്ലേ? 22/, പറയൂ, 7. 22/7. ഇതിൽ 22 എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്ലിക്കേഷനും 7 എന്ന് പറയുന്നത് ഡിവിഷനാണ്. =ൻ്റെ ഇപ്പുറത്തേക്ക് മുമ്പ് എന്ത് സംഭവിക്കും? 2നും മാറ്റം വരും അല്ലേ? 22 എന്നുള്ളത് ഡിവിഷനായിട്ട് മാറും, 7 എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറും. അപ്പോൾ എങ്ങനെ വരും? 7/22 ആയിട്ട് മാറും. നേരെ ഇൻറ്റു ആവും. ഇതെങ്ങനെ വരും? 42 ഇൻറ്റു 11 അല്ല 7 = 294. 294 ആവും. 2 ഇൻറ്റു 22 എന്താവും? 44 ആവും. എത്രയായിരിക്കും ആൻസർ വരിക? ഈ 42നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 2 കൊണ്ട് 21 ആക്കാൻ പറ്റുമോ? എന്താ? 42നെ 42 divided by 2 ചെയ്യാലോ. 21 into 7. നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. ഇപ്പം ചെയ്യുമ്പോൾ നമുക്ക് 6.68 തന്നെ കിട്ടുന്നുണ്ട് റേഡിയസ്. r = 6.68. ഇനി അതല്ല നമുക്ക് ഇതിനെ വെട്ടിക്കളയാന്ന് വിചാരിക്കുക. എന്തായിരിക്കും വരിക? 42 / 21 ആയിട്ട് മാറും.
എന്തായിരിക്കും 21 ഡിവൈഡഡ് ബൈ 21 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 12 ആയിട്ട് മാറും അല്ലേ? 21 ഇൻറ്റു 7 147 ഡിവൈഡഡ് ബൈ 22 എന്ത് വരും? അപ്പോഴും ഈ ആൻസർ തന്നെ വരും 6.68 എന്നുള്ളത്. ഓക്കെ, അങ്ങനെ തന്നെയാണ് വരിക. ഡിവിഷൻ ആകുമ്പോൾ എന്താണ് ഇങ്ങനെ തന്നെന്നുണ്ടെങ്കിൽ അടിയിൽ ഒരു 1 ഉണ്ട്, അങ്ങനെയാണ് അല്ലേ? ന്യൂമറേറ്റർ മാത്രമാണ് തന്നെന്നുണ്ടെങ്കിൽ താഴെ ഒരു 1 ഉണ്ടെന്നാണ് ശരിക്കും മീൻ ചെയ്യുക. ആ അതന്നെ വരും. നമ്മൾ വെട്ടിക്കളഞ്ഞാലും വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ ആ ഇക്വേഷൻ തന്നെ വരും, ആ ആൻസർ തന്നെ വരും. ഓക്കെ, അപ്പോൾ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. അതായത് പൈയുടെ വാല്യൂ 22 ഡിവൈഡഡ് ബൈ 7 ഇട്ടിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അല്ലെങ്കിൽ 3.14 ഇട്ടിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വരും. 2 രീതിയിലും ചെയ്തുല്ലോ. ഓക്കെ, എന്താ അച്ഛൻ പഠിക്കാണെന്നാണോ പറഞ്ഞേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ചെയ്യുക. 2 വാല്യൂ ഇട്ടിട്ട് വേണമെങ്കിലും പൈക്ക് 2 വാല്യൂ ഉള്ളത് കൊണ്ട് ഏത് വാല്യൂ ഇട്ടിട്ട് വേണമെങ്കിലും ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഓക്കെ ആയിട്ട് തോന്നണേ അതിട്ടിട്ട് ചെയ്യാം കേട്ടോ, അതിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെന്താണ് ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു? 44 വരുന്നതും അതുപോലെ 14 വരുന്നത് ആരെങ്കിലും ചെയ്തവരുണ്ടോ? ആൻസർ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാനായിരുന്നു. ഉണ്ടോ? ആൻസർ എത്രയാ വന്നേ? 44ന്റെ ആൻസർ എത്രയാ വന്ന ഏരിയ? 153.86. 40യുടെയോ? 40 ചെയ്യുമ്പോൾ എത്ര ഏരിയ കിട്ടിയേ? എത്ര? 127.41. ഇതാണ് കേട്ടോ ആൻസർ വരുന്ന സെന്റിമീറ്റർ സ്ക്വയർ. ഹോംവർക്ക് ചെയ്യാത്തവർ നോട്ട് ചെയ്ത് വെക്കുക, ഇതാണ് ആൻസർ വരുന്നതെന്നുള്ളത് നോക്കുക. ഓക്കെ, ഓക്കെ അല്ലേ? ആൻസർ ഒന്ന് എഴുതിയെടുത്തോട്ടെ. 153. ആ മൊബൈൽ ഒന്ന് തരും. കാൽക്കുലേറ്റർ. ഓക്കെ, ഹലോ, നോട്ട് ചെയ്തോ? ഓക്കെ അല്ലേ? അടുത്ത പ്രോബ്ലം ചെയ്താലോ? ഡൗട്ടില്ലല്ലോ? നമ്മൾ റേഡിയസ് തന്നു കഴിഞ്ഞാൽ സർക്കംഫറൻസും ഏരിയയും കണ്ടുപിടിക്കാൻ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് സർക്കംഫറൻസ് ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനും റേഡിയസ് കണ്ടുപിടിക്കാനും പഠിച്ചു. ഇനി ഏരിയ ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഞാനൊരു ക്വസ്റ്റ്യൻ ഞാൻ നോട്ട് ചെയ്തിട്ടില്ല, പക്ഷെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. നമുക്ക് തന്നിട്ടുള്ളത് ഏരിയ ആണെന്ന് വിചാരിക്കാം. ഏരിയ എത്ര വേണം? നമുക്ക് തന്നിട്ടുള്ള ഏരിയ ഈക്വൽ ടു 48 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിക്കൂ.
ഏരിയ ചെറുതാവില്ലേ? ആ നിങ്ങൾക്ക് എളുപ്പം നോക്കാനായിരുന്നു, അല്ലെങ്കിൽ വേണ്ട. 100 എടുത്തോ. 100 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിക്കൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? റേഡിയസ് കണ്ടുപിടിക്കണം അല്ലേ? അതിനുശേഷം നമുക്ക് എന്ത് പറ്റുള്ളൂ? സർക്കംഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം എന്താണ് ഏരിയയുടെ ഇക്വേഷൻ? 2 പൈ ആർ സ്ക്വയർ. 2 പൈ ആർ കിട്ടൂല. പൈ ആർ സ്ക്വയർ ഈക്വൽ ടു എത്ര വരും? 100 വരും. ഓക്കെ അല്ലേ? പൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 100. അതായത് നമ്മൾ സർക്കംഫറൻസിൻ്റെ ഇക്വേഷൻ 2 പൈ ആർ ഇസ് ഈക്വൽ ടു സർക്കംഫറൻസ് എത്രയാണെങ്കിൽ അതിട്ട് കൊടുക്കാറില്ലേ? അതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുള്ളത് ഏരിയ ആണ്. അപ്പോൾ ഏരിയയുടെ ഇക്വേഷൻ ഇട്ടിട്ട് എന്ത് ചെയ്യണം? ഏരിയ എത്രയാണ് തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആയോ? ഇനി നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ സ്ക്വയർ ഇല്ലേ, ആദ്യം ഈ സ്ക്വയറിനെ കളയണം. സ്ക്വയർ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? സ്ക്വയർ എന്തായിട്ട് മാറും? റൂട്ടായിട്ട് മാറും. സ്ക്വയർ എന്തായിട്ട് മാറും? റൂട്ടായിട്ട് മാറും. അപ്പോൾ എങ്ങനെ വരും ഇക്വേഷൻ? പൈ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് 100. പൈ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് 100. ക്ലിയർ അല്ലേ? സ്ക്വയർ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? റൂട്ടായിട്ട് മാറും. അതിൽ ഡൗട്ട് ഉണ്ടോ? ഇനി എന്താണ്? പൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് 100 എന്ന് വെച്ചാൽ എത്ര വാല്യൂ? 10 അല്ലേ? 10 അല്ലേ? പിന്നെന്താണ്? പൈ ഉണ്ടല്ലേ? ഈക്വൽ ടു ഡിവൈഡഡ് ബൈ എന്താവും? 3.14. ഇപ്പം എത്ര വരും? റേഡിയസ് എത്ര വരും? 3.18 വരും. 18 സെൻറ്റിമീറ്റർ ആയിരിക്കും എന്ത് വരിക? റേഡിയസ് വരിക. അങ്ങനെയാണെങ്കിൽ സർക്കംഫറൻസ് എത്ര വരും? സർക്കംഫറൻസ് ഇക്വേഷൻ 2 പൈ ആർ അല്ലേ? 2 ഇൻറ്റു 3.14 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 3.18 അല്ലേ? എത്ര വരും? 19.97 അല്ലേ? സെൻറ്റിമീറ്റർ. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. കേട്ടോ? അതിന് ചോദിക്കാറില്ല നിങ്ങൾക്ക് ഡയറക്റ്റ്. ഒന്നുമില്ല, അത് അങ്ങനെ അതെ. സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് പോകുമ്പോൾ റൂട്ടായിട്ട് മാറും. അതൊരു സെൻറ്റൻസ് ആയിട്ട് തന്നെ എഴുതി വെച്ചാൽ മതി. അതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾ എങ്ങനെ എഴുതി വെച്ചാലും. എന്താ? സ്ക്വയർ മാറ്റിട്ട് അപ്പുറത്ത് വരുമ്പോൾ റൂട്ടാവും. നിങ്ങൾക്ക് നോർമലി ഇങ്ങനെ ചോദിക്കുക, റേഡിയസ് തന്നിട്ട് സർക്കംഫറൻസ് ഏരിയയും കണ്ടുപിടിക്കാൻ തന്നെ ചോദിക്കുള്ളൂ.
കേട്ടോ. ഇത് നോട്ട് ചെയ്തതാണല്ലോ ആൻസറുകൾ. ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല പ്രോബ്ലം. ചെയ്ത് നോക്കിയെങ്കിൽ അറിയായിരുന്നു. എത്രയായിരുന്നു? 44 അല്ലേ? 44ൻ്റെ ഏരിയ കറക്റ്റാണ്. 153.8 വേണമെങ്കിൽ നമുക്ക് 154 എന്ന് ഇട്ട് കൊടുക്കാം, വേണമെങ്കിൽ റൗണ്ട് ചെയ്തിട്ട് കേട്ടോ. 153 എന്നുള്ളത് 154 എന്നാക്കി കൊടുക്കാമെന്ന്. ഇവിടെ 8 ആണല്ലോ കേട്ടോ. അങ്ങനെ റൗണ്ട് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം. ആൻസർ കറക്റ്റാണ്. പിന്നെ എത്രയായിരുന്നു? 40 വരുന്നത് അല്ലേ? 127.1 കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഇതാരാണ് ചെയ്തത്? ആൻസർ പറഞ്ഞത് ആരാ? അരുൺകുമാർ. കറക്റ്റ് ആണ് കേട്ടോ. ഞാൻ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞതല്ലേ? ഓക്കെ. എന്താണ്? സെമി സർക്കിളാണ് നമുക്ക് വരുന്നത്. എന്താണ്? എന്താ വരുന്നത്? സെമി സർക്കിൾ. സെമി സർക്കിൾ കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ തീരുവേ. നോക്കിയാലോ. ഇന്ന് സെമി സർക്കിൾ നമ്മൾ പഠിച്ചു. അടുത്ത എന്താണ്? സെമി സർക്കിൾ. ഇനി സെമി സർക്കിൾ ഇരിക്കുക സർക്കിളിൻ്റെ പകുതി അല്ലേ? ഇതാണ് ഒരു സർക്കിൾ എന്നുണ്ടെങ്കിൽ സെമി സർക്കിൾ എങ്ങനെയായിരിക്കും? ഇതിൻ്റെ പകുതി പോർഷൻ. ഇതാണ് എന്ത്? സെമി സർക്കിൾ അല്ലേ? ബ്ലൂ. സെമി സർക്കിൾ. അത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇവിടെ സെൻറ്റർ ഉണ്ടാവും. ഇത് മൊത്തം വരുന്നത് സർക്കംഫറൻസ് ആണ്, ചുറ്റുമുള്ള അളവ്. ക്ലിയർ അല്ലേ? ഓക്കെ. പ്രോബ്ലം ചെയ്യാം. ഓക്കെ. എന്താ പ്രോബ്ലം വരണേ നോക്കിയേ. കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് എ സെമി സർക്കിൾ ഹൂസ് റേഡിയസ് ഈസ് 8 സെൻറ്റിമീറ്റർ. എന്താണ്? കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് എ സെമി സർക്കിൾ ഹൂസ് റേഡിയസ് ഈസ് 8 സെൻറ്റിമീറ്റർ. 8 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സെമി സർക്കിളിൻ്റെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. നോട്ട് ചെയ്തോ ക്വസ്റ്റ്യൻ? ഓക്കെ. എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? റേഡിയസ് അല്ലേ? എത്രയാ? 8 സെൻറ്റിമീറ്റർ. എത്രയാ? 8 സെൻറ്റിമീറ്റർ. 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഏരിയ കണ്ടുപിടിക്കാനുള്ള സർക്കിളിൻ്റെ പകുതിയാണ് സെമി സർക്കിൾ എന്ന് പറഞ്ഞു. സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? πr². അപ്പോൾ സെമി സർക്കിൾ ആകുമ്പോൾ എന്താ? അതിൻ്റെ പകുതി അല്ലേ? ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ½ ഇൻറ്റു πr². ഇങ്ങനെ എഴുതാം. രണ്ട് രീതിക്കും എഴുതാം. ഓക്കെ. ഇങ്ങനെയാണ്. സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. അപ്പോൾ സെമി സർക്കിൾ ആകുമ്പോൾ അതിൻ്റെ പകുതി ഉള്ളൂ. ഡിവൈഡഡ് ബൈ 2. നമ്മൾ എന്തിൻ്റെയും പകുതി കാണാൻ വേണ്ടി എന്താ ചെയ്യുക? ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യുക അല്ലേ? അപ്പോൾ ഇക്വേഷനിലും എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 2 ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ½ ഇൻറ്റു πr². ഇതും സെയിം തന്നെയാണ് വരുന്നത്, ഹാഫ് അല്ലേ?
ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അതെ. അപ്പം എന്ത് ചെയ്യാം? ഇക്വേഷൻ കൊടുക്കാം. എങ്ങനെയാണ് ഇക്വേഷൻ കൊടുത്താൽ πr² ഡിവൈഡഡ് ബൈ 2 എന്നുള്ള ഇക്വേഷൻ. പൈയുടെ വാല്യൂ എത്രയാ? 3.14 ഇൻറ്റു r² എന്ന് പറയുമ്പോൾ 8² 8 റേഡിയസ് തന്നിട്ടുള്ളേ, 8² ഡിവൈഡഡ് ബൈ 2 വരും. ഇപ്പം എന്ത് വരും? 3.14 ഇൻറ്റു 8ൻ്റെ സ്ക്വയർ, 8 ഇൻറ്റു 8 64 ഡിവൈഡഡ് ബൈ 2. നമുക്കിനി ഈ 2 വെട്ടിക്കളയാം അല്ലേ? ഇല്ലേ? 2 കൊണ്ട് 64നെ വെട്ടിക്കളഞ്ഞൂടെ? എത്ര വരും? 32. എന്ത് വരും ഇക്വേഷൻ? നമുക്ക് വെട്ടിക്കളയാണ്ടും ചെയ്യാം കേട്ടോ. 3.14 ഇൻറ്റു 32. ഇപ്പം എന്ത് വരും? എന്ത് വരും ആൻസർ? 100.48. 48 എന്ന് പറയരുത്, 48 കേട്ടോ. ഇങ്ങനെ വരും. വെട്ടിക്കളയാണ്ട് ചെയ്യുമ്പോൾ എന്താ? 3.14 ഇൻറ്റു 64 ഡിവൈഡഡ് ബൈ 2 അല്ലേ? ഇത് ചെയ്യുമ്പോൾ എന്താ ആൻസർ കിട്ടുക? 64 200 വരും. 200.96 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ എന്ത് വരും? 100.48 തന്നെ വരും കേട്ടോ. വെട്ടിക്കളഞ്ഞിട്ടും ചെയ്യാം, വെട്ടി കളയാണ്ടും ചെയ്യാം. ഓക്കെ, അതൊക്കെ നമ്മുടെ ഇഷ്ടം. ആൻസർ കറക്റ്റ് ആവണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. ഇന്നലെ ഓൺലൈൻ ക്ലാസ്സിൽ കയറാത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ഉണ്ടാവാൻ വഴിയില്ല അല്ലേ? അല്ല, ഓൺലൈൻ ക്ലാസ്സിൽ അങ്ങനെ ഡൗട്ടുകൾ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. റെക്കോർഡ് ക്ലാസ് കേൾക്കുമ്പോഴേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നോട്ട് ചെയ്തല്ലേ? നോട്ട് ചെയ്തില്ലേ ഇത്? ആ, അതാണല്ലോ ഡിവൈഡഡ് ബൈ 2 ചെയ്തത് നമ്മൾ. അല്ല, ഹാഫ് ഇട്ടിട്ട് ചെയ്യണമെന്നോ? അല്ല, ഹാഫ് ഞാൻ ഇവിടെ പറയുകയാണെങ്കിലേ ഹാഫ്, ഇപ്പം ഹാഫ് വന്നു. അതായത് നമ്മൾ ഇക്വേഷൻ ഹാഫ് ഇൻറ്റു എന്ന് ഇട്ടു. ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക അല്ലേ? ഇതിൻ്റെ മീനിങ് എന്താ? 1 കൊണ്ട് പൈനെയും r² ഇൻറ്റു ചെയ്യണു. എന്താ കിട്ടുക വാല്യൂ? πr² തന്നെയായിരിക്കും വാല്യൂ കിട്ടുക അല്ലേ? ആ, ഡിവൈഡഡ് ബൈ 2. ആ സെയിം തന്നെയാണല്ലോ ഇതും ഈ ഇക്വേഷൻ. ഓക്കെ, അങ്ങനെ വരുള്ളൂ. നമ്മൾ ഇൻറ്റു ഇട്ട് ചെയ്യുമ്പോൾ, ഹാഫ് ഇട്ടിട്ട് ഇൻറ്റു ചെയ്യുമ്പോഴായാലും അങ്ങനെ തന്നെയാണ് വരുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഹാഫ് ഇൻറ്റു പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു r² എന്ന് പറയുന്നത് 8 ഇൻറ്റു 8 ഡയറക്റ്റ് 64 ഇടാവേ. 64 ഇതെങ്ങനെ നമ്മൾ ഇൻറ്റു ചെയ്യും? 1 വെച്ച് 1 ഇൻറ്റു 3.14 ഇൻറ്റു 64 ഡിവൈഡഡ് ബൈ 2 എന്നുള്ളത് വരും. എന്ത് വരും ആൻസർ? ചെയ്ത് നോക്കിയേ. 1 ഇൻറ്റു 3.14 ഇൻറ്റു 64 എത്ര വരും? 200.96 വരും. ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 10. എത്ര വരും? 48 അല്ലേ? ഇത്രേ ഉള്ളൂ. ആരാന്ന് നമ്മൾ ഫ്രണ്ടിൽ ഇട്ടു എന്ന് പറഞ്ഞാലും ചെയ്യുന്നതിലൊരു മാറ്റം വരില്ല.
ഓക്കെ, ഓക്കെ. അടുത്ത പ്രോബ്ലം ചെയ്യാം. ഓക്കെ. അടുത്ത പ്രോബ്ലം എത്ര വരുന്നത്? കാൽക്കുലേറ്റ് ദി സർക്കംഫറൻസ് ആൻഡ് ഏരിയ ഓഫ് സെമി സർക്കിൾ ഹൂസ് റേഡിയസ് ഈസ് 4 സെൻറ്റിമീറ്റർ. 4 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസും, സർക്കിളിൻ്റെ അല്ല കേട്ടോ, സെമി സർക്കിളിൻ്റെ 4 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സെമി സർക്കിളിൻ്റെ സർക്കംഫറൻസും ഏരിയ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാം. നോട്ട് ചെയ്തോ? ഓക്കെ, പ്രോബ്ലം ചെയ്യാം. എന്താണ് നമുക്ക് തന്നിട്ടുള്ള റേഡിയസ്? റേഡിയസ് ഇസ് ഈക്വൽ ടു എത്ര സെൻറ്റിമീറ്ററാ? 4 സെൻറ്റിമീറ്റർ. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? റേഡിയസ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് സർക്കംഫറൻസും ഏരിയയും നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? അല്ലേ? എന്താണ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ ഈക്വൽ ടു എന്താ ഇക്വേഷൻ? പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇതല്ലേ ഇക്വേഷൻ? അല്ലേ? എന്ത് വരും? പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു ആർ സ്ക്വയർ 4 ഇൻറ്റു 4 സ്ക്വയർ എന്ന് എഴുതാം. 4 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 വരും. എന്ത് വരും? 3.14 ഇൻറ്റു 4 ഇൻറ്റു 4 അല്ലെങ്കിൽ 4 സ്ക്വയർ എത്ര വാല്യൂ വരിക? 16 ഡിവൈഡഡ് ബൈ 2 എന്ത് വരും? 3.14 ഇൻറ്റു 16 എത്ര വരും? 50.24 ഡിവൈഡഡ് ബൈ 2 എത്ര വരും ആൻസർ? 25.12 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി എങ്ങനെ സർക്കംഫറൻസ് കണ്ടുപിടിക്കുക? സർക്കംഫറൻസിന്റെ ഇക്വേഷൻ എത്രയാ? 2πr/2. എന്താ ഇക്വേഷൻ? 2πr/2 അല്ലേ? ഇക്വേഷൻ എന്താ പറഞ്ഞു തന്നിട്ടുള്ളേ? πr/2
പൈ ആർ സ്ക്വയർ എന്താ? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാ അല്ലേ? ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ സെമി സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. പക്ഷേ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസിൻ്റെ ഏരിയ ഞാൻ എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്? r into pi plus 2 അല്ലേ? r into pi plus 2. ഇപ്പം എന്ത് വരും? 6 എത്രയാ? റേഡിയസ് എത്രയാ? 4 ഇൻറ്റു പൈ 3.14 പ്ലസ് 2 എന്ത് വരും? 4 ഇൻറ്റു 3.14 പ്ലസ് 2 എത്ര വരും? 5.14. ടോട്ടൽ ആൻസർ എത്ര വരും? 4 ഇൻറ്റു 5.14 20.57. എന്താ? 4 into 3.14. അതായത് ആ ബ്രാക്കറ്റിലുള്ളത് ആദ്യം ആഡ് ചെയ്യാം. അല്ല, ബ്രാക്കറ്റിലുള്ളത് അതുകൊണ്ടല്ലേ, ബ്രാക്കറ്റിലുള്ളത് വേണം ആദ്യം ചെയ്യാൻ. 4 ഇൻറ്റു എന്ത് വരും? 3.14 പ്ലസ് 2 എത്ര വരും? 5.14. ഇനി എന്ത് ചെയ്യാം? 4 ഇൻറ്റു 5.14 എത്ര വരും? 20.56 സെൻറ്റിമീറ്റർ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സിമ്പിളായിട്ട് ചെയ്യാവുന്ന പ്രോബ്ലം ഉള്ളൂ. ഇക്വേഷനിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട പ്രോബ്ലംസ് ആണ്. ഏരിയ കണ്ടുപിടിച്ചു. എത്രയായിരുന്നു ഏരിയ? 25.12 സെൻറ്റിമീറ്റർ സ്ക്വയർ. പെരിമീറ്റർ എത്ര കിട്ടി? അല്ലെങ്കിൽ സർക്കംഫറൻസ് എത്ര കിട്ടി? 20.56. നോട്ട് ചെയ്തോ? അതിനൊരു ഡെറിവേഷൻ ഉണ്ട്, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ എടുത്തു തരാം. അതായത് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഇതാണ് വരിക. ഓക്കെ, അടുത്തത് ഹോംവർക്കാണ്. 2 പ്രോബ്ലം ഹോംവർക്ക് ഉണ്ട്. റേഡിയസ് തന്നിട്ടുണ്ട്, 6 സെൻറ്റിമീറ്റർ ആണ്. എന്ത് കണ്ടുപിടിക്കണം? സർക്കംഫറൻസും ഏരിയയും. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ വരുന്നത്? കാൽക്കുലേറ്റ് ദി സർക്കംഫറൻസ് ആൻഡ് ഏരിയ ഓഫ് സെമി സർക്കിൾ ഹൂസ് റേഡിയസ് ഈസ് 12 മീറ്റർ ആണ്. എന്താണ് തന്നിട്ടുള്ളത്? 12 മീറ്റർ. രണ്ടും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ അല്ലേ? സർക്കംഫറൻസ് ഏരിയയും കണ്ടുപിടിക്കാൻ ചെയ്യില്ലേ? ഡൗട്ട് ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ? ഈ പോർഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററായിട്ട് എടുക്കാം. അടുത്ത ചാപ്റ്റർ ഒന്നില്ലെങ്കിൽ ട്രേഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സയൻസ് ആയിരിക്കും. സയൻസ് സ്റ്റാർട്ട് ചെയ്യാം. സയൻസ് ഒരു ചാപ്റ്റർ അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. 6 സെന്റിമീറ്ററിലാണോ കണ്ടുപിടിക്കണ്ടേ? 6 സെൻറ്റിമീറ്ററിൻ്റെയും 12 മീറ്ററിൻ്റെയും.
ഇത് ഞാൻ ഹോംവർക്ക് ആയിട്ട് ഇട്ട് തരാം ഇന്നത്തെ നോട്ടിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ സയൻസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഡൗട്ട് ഇല്ലല്ലോ?